ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ മനസ്സിലൊക്കെ പിടിച്ചുലക്കിയ ഒരു സംഭവം ഉണ്ടായി കാശ്മീർ താഴ്വരകളിൽ. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പഹൽഗാം. അവിടെ ഉണ്ടായ ഒരു ഭീകരാക്രമണം. അതിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരാകുമ്പോൾ അതിലെന്താണ് പ്രത്യേകം ചോദിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ മിലിറ്റൻസ് ഫോക്കസ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ഫോഴ്സിനെതിരെയായിരിക്കും. അത് ചിലപ്പോൾ ആംഡ് ഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി ആംഡ് ഫോഴ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള ഫോഴ്സിനെതിരെയായിരിക്കും അവർ അറ്റാക്കായിട്ട് വരിക. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയ, അതും വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചകളിൽ അവിടെ തന്റെ ഭർത്താവുമൊത്തു പോയ യുവതിയാണ്. യുവതിയുടെ മുന്നിൽ വെച്ചാണ് ആ ഭർത്താവ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ സിവിലിയൻസിനെതിരെ അറ്റാക്ക് നടത്തിയ അതിഭീകരമായ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും ആ ഒരു ചിത്രം നിൽക്കുന്നുണ്ട്. ആ ഭർത്താവിന്റെ ശരീരത്തിലെ നെഞ്ചിൽ കൈവച്ചിരുന്ന് കരയുന്ന ആ യുവതിയുടെ ചിത്രം നമുക്കിനൊന്നും മറക്കാൻ കഴിയില്ല. ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലങ്ങാട് പതിഞ്ഞ വേദന അങ്ങനെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകും. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾക്കെല്ലാവർക്കും അങ്ങേറ്റം ഈ തീവ്രവാദം എന്ന് പറയുമ്പോൾ മതം തന്നെയാണ് വിഷയം. അല്ലാതെ വേറെന്താ ഉള്ളത് നമ്മൾക്ക് തീവ്രവാദത്തിൽ പറയാനായിട്ട്? ഏത് തീവ്ര ചിന്താഗതി എടുത്താലും ഈ ലോകത്തുള്ള പൊളിറ്റിക്കൽ ടെററിസത്തിന്റെ 100 ഇരട്ടിയാണ് റിലീജിയസ് ടെററിസം എന്ന് പറയുന്നത്. എവിടെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും മതം തന്നെയാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഒരു മതത്തിലുള്ള ആളും മറ്റൊരു മതത്തിലെ ആളുകൾ തമ്മിലുള്ള അടി, സ്പർദ്ധ, വർഗീയതയ്ക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഇവരുടെ ആഗ്രഹം. അവരുടെ ആ അജണ്ട മുന്നിൽ വെച്ച് തന്നെ നടന്ന ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിന് കൊടി പിടിക്കുന്ന രീതിയിൽ ഒരു കമന്റ് കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ, കമന്റ് അല്ല, ഒരു സ്റ്റോറി അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, നടനായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകളാണ്. ഇവരുടെ രാഷ്ട്രീയം നമുക്കറിയാം. കൃഷ്ണകുമാർ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് തോറ്റിട്ടുള്ള ആളാണ്. അവരുടെ രാഷ്ട്രീയം അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും അവരുടെ ആദർശങ്ങളെ പിന്തുടരാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള തീവ്രവാദികളുടെ അജണ്ടയ്ക്ക് ഓശാന പാടുന്നത് ആ രീതിയിലായിപ്പോയി കഴിഞ്ഞ ദിവസം വന്ന ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. അത് അവർ പിന്നീട് ഡിലീറ്റ് ചെയ്തെങ്കിലും തുടർന്ന് വന്ന സ്റ്റോറികളും ഇതുപോലുള്ള കാരണം. ഇപ്പൊ അവർ ആദ്യം വിട്ട സ്റ്റോറി ഇങ്ങനെയുള്ളതാണ്. അത് ആനന്ദ് രംഗനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. റിലീജിയസ് ടെററിസം ഹാസ് നോ റിലീജിയൻ. ദാറ്റ്സ് വൈ പഹൽഗാം ടെററിസ്റ്റ് ചെക്ക് ദ ID cards of tourists, pull their pants down and ask them to recite kalma and kill those who are not Muslims. This much hate can't all come from across the border. It comes from an ideology that transcends the borders. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇത് ആ അറ്റാക്ക് ചെയ്തവന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ജാതി ചോദിച്ചുള്ള വെടി, ജാതി ചോദിച്ച, മതം ചോദിച്ച ഒരാളെ കൊല്ലുന്നത്. അയാളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു സ്പർദ്ധ ആളുകളുടെ ഇടയിൽ ഉണ്ടാകണം. ആ പോസ്റ്റ് ഷെയർ ചെയ്തതിന് ശേഷം വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞ് കൈകൂപ്പുന്ന ഒരു സ്മൈലിയും ഇട്ടിട്ടാണ് ഈ ദിയ കൃഷ്ണ ഷെയർ ചെയ്തത്. എന്താണ് ദിയ കൃഷ്ണയ്ക്ക് ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യം എന്ന് പറയുന്നത് ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, മതാധിഷ്ഠിത രാജ്യമല്ല. മതാധിഷ്ഠിത രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തൊക്കെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലൊക്കെ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് തുടരുന്നതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അതിൽ മതം എത്രമാത്രം കുത്തിക്കലർത്തി ആളുകളെ തമ്മിൽ അടുപ്പിച്ച് ഈ രാജ്യത്തിന്റെ അഖണ്ഡത ഇല്ലാതാക്കി, ഈ രാജ്യത്തിന്റെ പുരോഗതി ഇല്ലാതാക്കി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് മതം ചോദിച്ചുകൊണ്ട് ഇവര് ഈ മത തീവ്രവാദം നടത്തുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഇതുപോലെ ആളുകളുടെ സ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഒപ്പം വേക്കപ്പ് ഹിന്ദുസ്, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് പല ആളുകളും ഉപയോഗിക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട്. പണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി, ആ സമയത്ത് സുരേഷ് ഗോപി ഈ പാർട്ടിയിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വിഴിഞ്ഞം പദ്ധതി വരാൻ ഹിന്ദുക്കൾ ഉണരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുരേഷ് ഗോപി. അഗെയിൻ അത് അയാളുടെ രാഷ്ട്രീയ ഐഡിയോളജിയാണ്. എന്തേലായിക്കോട്ടെ, എന്തായാലും ആ ഒരു കമന്റ് ആളുകൾക്കിടയിൽ സ്പർദ്ധയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ രാജ്യത്ത് ഒരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ബുദ്ധനോ ജൈനനോ വിചാരിച്ചിട്ടല്ല ഇവിടെ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അത് ഇന്ത്യക്കാർ വിചാരിച്ചിട്ടാണ്, എല്ലാ ഭാരതീയരും ചേർന്നിട്ടാണ്. അല്ലാതെ ഒരു വിഭാഗം ചേർന്നിട്ടല്ല. ഒരു വിഭാഗമല്ല ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്, എല്ലാവരും ചേർന്നിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വേക്കപ്പ് ഹിന്ദുസ്, ഹിന്ദുക്കളെ ഉണരൂ, ക്രിസ്ത്യാനികളെ ഉണരൂ, മുസ്ലിങ്ങളെ ഉണരൂ. ഈ ഉണർത്തിവിടുന്ന എന്തിനാണ്? ആളുകൾ തമ്മിൽ അടുപ്പിക്കാൻ, അവരുടെ അജണ്ട, അവരുടെ മനസ്സിലുള്ള അജണ്ട നടപ്പിലാക്കാൻ. ഇത് ഇപ്പൊ ഇനി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് അവിടെ അവസാനിച്ചതിന് കുഴപ്പമില്ല. അതിന് ശേഷം അവരിട്ടിരിക്കുന്ന തുടർച്ചയായിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഈ കാണുന്നത്. ഈ പോസ്റ്റുകളൊക്കെ തുടർച്ചയായി ഷെയർ ചെയ്യുന്നതുകൊണ്ട് ദിയ കൃഷ്ണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണ് തീവ്രവാദികൾ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അതായത്
മതത്തിന്റെ പേരിൽ അവർ നിങ്ങളെ കൊന്നു. ഇനി നിങ്ങൾ മതത്തിന്റെ പേരിൽ അവർക്കെതിരെ വാളെടുക്കൂ. ഹിന്ദുക്കൾ ഉണർന്ന് ഇനി മുസ്ലിങ്ങൾക്കെതിരെ വാളെടുക്കണം. ഇത് പണ്ട് തുടങ്ങിയുള്ള ചിന്താഗതിയാണ്, ഇപ്പോൾ ഉള്ളതല്ല കേട്ടോ. ഇത് ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയുള്ള ചിന്താഗതിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് സമരത്തിനിറങ്ങിയ കഥ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മ്യൂട്ടിനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സംഭവം ചരിത്ര അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അന്ന് ആ പട്ടാളക്കാരെ തമ്മിലടിപ്പിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രം, വെടിയുണ്ട അത് കവർ ചെയ്തിരിക്കുന്ന സീല് അത് പൊട്ടിച്ചിട്ട് വേണം ഇവർക്ക് വെടിയുണ്ട ഉപയോഗിക്കുന്നതിന് വേണ്ടി. അത് പോർക്കിന്റെ നെയ്യ് കൊണ്ടുണ്ടാക്കിയതാണ്, പശുവിന്റെ നെയ്യ് കൊണ്ടുണ്ടാക്കിയതാണ് തുടങ്ങിയ പ്രചരണത്തിലൂടെ ആളുകളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഈ തീവ്രവാദികൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായി നല്ലൊരു ചുട്ട മറുപടി മേജർ രവി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ ശരി പറയുമ്പോൾ ആ ശരിയെന്ന് നമ്മൾ പറയണം. തെറ്റ് പറയുമ്പോൾ വിമർശിക്കുന്നത് പോലെ തന്നെ ശരി പറയുമ്പോൾ അംഗീകരിക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അത് ഇവർക്കുള്ള ചുട്ട മറുപടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇതൊരു സ്ട്രാറ്റജിക്കൽ വാല്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരടിയിൽ അതിൻ്റെ അലകൾ പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉള്ള ഒരു അതായിരുന്നു ജാതി ചോദിച്ചിട്ടുള്ള കൊലപാതകം നമ്പർ 1 അവിടെയുള്ളത്. ഇതാണ് സംഭവം. ജാതി ചോദിച്ചുള്ള കൊലപാതകം. ഇപ്പം മരണപ്പെട്ട ഒരാൾ കർണാടകയിൽ നിന്നുള്ളതാണ്, സൗത്തിൽ നിന്നുള്ള ആൾ കൊല്ലപ്പെട്ടു. നമ്മൾ ഇതുവരെയും ഈ കാശ്മീർ തീവ്രവാദത്തിന്റെ കഥകൾ നമ്മൾ അവിടെ കേൾക്കുന്നു എന്നല്ലാതെ നമ്മളുടെ തൊട്ടടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന സൈനികർ മരിക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സിവിലിയൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, അത് നമ്മൾക്കറിയാവുന്ന നമ്മളുടെ അടുത്തുള്ളൊരു സിവിലിയൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ സ്പർദ്ധ രാജ്യമെങ്ങും വ്യാപിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് തന്നെ ഇവർ പറയുന്നത് ജാതി ചോദിച്ച് അങ്ങനെ കൊല്ലുന്നതിന് പിന്നിൽ ഇവർക്കൊരു സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഈ ദിയാകൃഷ്ണയിലൂടെയൊക്കെ വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ ഷെയർ ചെയ്യുന്ന ട്വീറ്റുകളിലൂടെയൊക്കെ വർക്കൗട്ട് ആവുന്നത്. ഇത് വെറും പാകിസ്ഥാനിന് മാത്രമുള്ള ആവശ്യമല്ല. അത് പാകിസ്ഥാനെ കൊണ്ട് ആവശ്യമാണെങ്കിൽ അത് അവരൊരിക്കലും വന്ന് ഹിന്ദുകാരാണ്, ക്രിസ്ത്യൻ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഇന്ത്യക്കാരാണ്. ആരെ കൊന്നു കഴിഞ്ഞാലും ഞാൻ കീഴ്ചക്രയിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് തന്നെയാണ്. അവരുടെ മനസ്സിനകത്ത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്. അതിലത്തെ മുസ്ലിംസിനോട് പോലും അവർക്ക് സാധാരണമില്ല. അങ്ങനെ വല്ലവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എന്തിനാണ് നീ ഹിന്ദു ആരെന്ന് ചോദിച്ചുകൊണ്ട് ഇത് പണ്ടൊക്കെ നടന്നിരുന്നു ഈ ചോദ്യം ചോദിക്കും. കാരണം വെച്ചാൽ അന്ന് അവിടുത്തെ കശ്മീരി മുസ്ലിംസ് ഓടിപ്പോയിക്കൊണ്ടിരുന്ന പല സുഹൃത്തുക്കളായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകൾക്കും അഭയം കൊടുത്ത് അവരുടെ വീടുകൾ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ താമസിപ്പിച്ച സമയത്ത് ഈ മിലിറ്റൻസ് അവരൊക്കെ തേടി പിടിക്കാൻ വേണ്ടി ഇത് ചോദിക്കുമായിരുന്നു, ചെക്ക് ചെയ്യുമായിരുന്നു. അവർ ജനറ്റിക്സ് അത് നോക്കിക്കൊണ്ട് ഇവരെ ചെക്ക് ചെയ്തിട്ടൊക്കെ വെടിവെച്ച് കൊന്നിട്ടുള്ള ചരിത്രമുണ്ട്. അതിനുശേഷം ഈ പണ്ഡിറ്റെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ അവരൊന്നും ആ ചോദ്യമില്ല, ആരെ കിട്ടിയാലും വെടിവെച്ചില്ല. അവർ ടെററൈസ് ചെയ്യുക. അത് മുസ്ലിംസിനെ എത്ര അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളേക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മുസ്ലിംസാണ് കാശ്മീരിൽ. ഇതാണ് സത്യം, ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നേരത്തെ അങ്ങനെ ഒരു സ്ട്രാറ്റജി കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ ഉണ്ടായിരുന്നു, മതം ചോദിച്ചിട്ട് കൊല്ലുന്നത്. പക്ഷെ ഒരു കാര്യം ഇദ്ദേഹം പറയാൻ ശ്രദ്ധിക്കണം, അവർക്ക് അഭയം കൊടുത്തിരുന്നതും ഈ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പറയുന്നു ഹിന്ദുക്കളെക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടുള്ളത് മുസ്ലിംസാണ് അവിടെ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ കൊണ്ട്. ഇവരുടെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. തുടക്കത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവർക്ക് അങ്ങനെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹിന്ദുസ്ഥാനികളും ഈ തീവ്രവാദികളെ ശത്രുക്കളാണ്, എല്ലാ ഇന്ത്യക്കാരനെ ശത്രുക്കളാണ്. അവരാരെ കൊന്നാലും ഇന്ത്യക്കാരനെ കൊന്നതിൻ്റെ ആ ഒരു സംഭവം അവർക്കുള്ളൂ. കൊല്ലപ്പെടുന്നത് ഇന്ത്യക്കാരാണെന്നേ. അവിടെ തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊന്നു, ഇവിടെ കലാപത്തിൽ മുസ്ലിങ്ങളെ കൊന്നു, അവിടെ ഒരു കലാപം തന്നെ അവിടെ ക്രിസ്ത്യാനികളെ കൊന്നു. കൊല്ലപ്പെടുന്ന ഒരു ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും അല്ല, ഇന്ത്യക്കാരാണ് ഈ കൊല്ലപ്പെടുന്നത്. അതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഐക്യമില്ലാതാക്കലാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ഈ പറയുന്ന തീവ്രവാദികൾക്കെതിരെ ഒരു മതവിഭാഗം എഴുന്നേറ്റ് നിന്ന് പോരാടേണ്ടതല്ല. അങ്ങനെ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പോരാടേണ്ടത് ഒരു പ്രത്യേക മതവിഭാഗമല്ല. എല്ലാ ഇന്ത്യക്കാരും ഇതുപോലെ തീവ്രവാദം അപലപിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. എന്ന് കരുതി ഇതൊരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയാണ്, അതുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ നമ്മൾ വാളെടുക്കണം എന്ന രീതിയിൽ പോകുന്നത് ഇവരുടെ അജണ്ടകൾക്ക് നമ്മളായിട്ട് തന്നെ നിന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ അറ്റാക്ക് പോലും അവർക്കൊരു ഷോക്കാണ്. എന്നാൽ അവിടെ എൻ്റെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരു ഹോൾദാറുണ്ട്, അവരത്ര വിളിച്ചിരുന്നു, സാബ് ഈ പ്രഭാത് കല്യാണം എന്തായിരുന്നു എൻ്റെ വേർഡ്, കടം മറിച്ചാൽ സാർ ഞങ്ങളൊക്കെ ഞെട്ടിയിട്ടിരിക്കുക. അവരുടെ ശബ്ദത്തിൽ ആ സങ്കടം കാണാറുണ്ട്. അവൻ അവിടുത്തെ മുസ്ലിമാണ്. ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അവന് ഞാനാണ് ഈ പ്രൊഡക്ഷനിലേക്ക് ആക്കി രാത്രി വിളിച്ചിട്ടാണ് പറഞ്ഞത്, സാർ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദു ആരെന്ന് ചോദിച്ചുകൊണ്ട് അതാണ് അവൻ പറഞ്ഞത്, പ്രഭാത് കല്യാണം സാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയായി. ഇനി ഇതിൻ്റെ മുകളിൽ ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. അത് തന്നെയല്ല അവർ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പുറകിൽ ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാകണം. ഇപ്പോൾ കാശ്മീരിൽ സ്പെഷ്യൽ ആർട്ടിക്കിൾ എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വന്നപ്പോൾ ഇനി അവിടെ പ്രശ്നം ഉണ്ടാക്കണം. ഇനി അവിടെ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കേണ്ടത്, ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കണം. നാട് മുഴുവൻ കുട്ടിച്ചോറാക്കണം ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നാ. നമ്മൾക്കിപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം
എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നതാണ്. അതുകൊണ്ടാണ് ഈ ജസ്ന സലീമിനെ പോലെയുള്ള ഉഡായ്പ് ടീമുകൾ വീഡിയോ ആയിട്ട് വരുമ്പോൾ അവരെ കൂടി നമ്മൾ വിമർശിക്കുന്നത്. കാരണം ഇവരൊക്കെ ഈ പറയുന്ന ഒരു സ്പർദ്ധ ഒന്ന് ഇട്ട് കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊടി പിടിക്കുന്നവരാണ്. നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് അറിയാത്തതെന്ന് അറിയില്ല, പക്ഷെ ഈ ചെയ്യുന്നതിന്റെ ദുഷ്ഫലം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനത്തെ ആളുകൾ തമ്മിലടിക്കണം. ആ തമ്മിലടിക്കാനുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അന്നേരം നമ്മൾ ഇതേപോലെ പോസ്റ്റ് ഇട്ട് ആ സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നത് ശരിയാണ്? കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉപയോഗിക്കാൻ പാടില്ലേ? നിങ്ങൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയത്തിന്റെ ഐഡിയോളജി ഒരു പ്രത്യേക മതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കാം എന്ന് കരുതി അല്പം കോമൺ സെൻസ് ഉപയോഗിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് ഉദിച്ചിട്ടുള്ളതായിട്ടുള്ള അനലൈസേഷൻ. ഒരു അറ്റാക്ക് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യും എന്താണത്. അപ്പോൾ ഓരോന്നിടത്ത് നോക്കുന്ന സമയത്ത് ജാതി ചോദിച്ചിരിക്കുന്നു, പിന്നെ അവർ അതുപോലെ തന്നെ പുരുഷന്മാരെല്ലാം പാൻറ് ഊരി നോക്കിയിരിക്കുന്നു. ഇതൊക്കെ ഇതെന്ത് പ്രവണതയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് അതിനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അലയോലികൾ വെറും കാശ്മീരിലല്ല, ഫുൾ ഇന്ത്യയിൽ അടിക്കത്തക്ക രീതിയിലാണ് ആ ബോംബ് അവിടെ കുഴിച്ചിട്ടത്. ഈ ജാതി ചോദിക്കുന്നൊരു സംഭവം. ഇത് സാധാരണക്കാരായിട്ട് വലിയ നോളജ് ഇല്ലാത്ത ആളുകൾ നോർമലായിട്ട് ഞാൻ ന്യൂസ് കേൾക്കണം, അവിടെ ടെററിസ്റ്റുകൾ വന്നിട്ട് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ചോദിച്ചു ഒന്നു പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവൻ്റെ മനസ്സിൽ എന്താണ് ചോദിക്കുന്നത്? അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ, അധികം ടിവിയും കാര്യങ്ങളൊന്നുമില്ല, ഈ കാണുന്നൊരു ന്യൂസ് മാത്രം കൊന്നു. അവൻ്റെ മനസ്സിനകത്ത് എന്താ കയറുന്നത്? മുസ്ലിംസ് തുടങ്ങിയിരിക്കുന്നു. ഇതല്ലാണ്ടാവും. ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മേജർ രവി പറഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ബാധിക്കുന്നതാണ്. വിദ്യാഭ്യാസമുള്ള ദിയാ കൃഷ്ണയൊക്കെ വരെ ബാധിച്ചിരിക്കുക. ബോധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ബോധമുണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതുപോലെ എന്താ ചെയ്യുക? പണ്ട് ഈ കാരണവന്മാർ പറയും, ചാണകം ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും. എവിടെ ചാരണം എന്നുള്ളത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, പക്ഷെ ചാരി നിൽക്കുന്നതിൻ്റെ മണം നിങ്ങൾക്കുണ്ടാവും. അപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നതും ഇങ്ങനെയുള്ള പ്രൊപ്പഗാൻഡകൾക്ക് അതും ഷെയർ ചെയ്ത് ഇവിടെ എന്താണോ അവരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുകൾ തമ്മിൽ അടിപ്പിക്കണം, അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ ഇന്ത്യ മുഴുവൻ എത്തിക്കുക. അതിപ്പോൾ സംഭവിച്ചല്ലോ. കാശ്മീരിൽ നിന്ന് അവർ പറഞ്ഞ കാര്യം ഇങ്ങേറ്റത്ത് തെക്കേറ്റത്ത് കേരളത്തിലിരിക്കുന്ന ദിയാ കൃഷ്ണ ഏറ്റുപിടിച്ചു. അത് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം ദിയാ കൃഷ്ണയെ പോലുള്ളവർ ഇപ്പോൾ സഫലീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രതികരിക്കണമെന്ന് കൂടി മേജർ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേട്ട് നോക്കാം. അതിൽ അവർ പരാജയപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ലൗഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈവൻ നാഷണൽ മീഡിയയിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ ആയിക്കോട്ടെ അവരുടെ ഇൻറ്റൻഷൻ ഇതുണ്ട്. ഈ അലയടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. എവിടെ ഒരു കലാപം ഉണ്ടായാലും കുറ്റവും തെറ്റിദ്ധാരണയും എല്ലാം, അതുപോലെ തന്നെ ജീവൻഹാനി, പണനഷ്ടം, ഇതെല്ലാം വരുന്നത് പ്രോസ്പെരിറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇതുപോലുള്ള സംഭവങ്ങളെ കഴിയുന്നു അവോയ്ഡ് ചെയ്യാൻ വേണ്ടത്. അത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെങ്ങനെ ഇല്ലാതാക്കാമെന്ന് ശ്രമിക്കുന്ന ചിന്താഗതിയാണ് തീവ്രവാദികൾക്ക്. അത് ഏത് മതത്തിനാ ശരിയാ, തീവ്രവാദത്തിന് മതമില്ലെന്ന് ഞാൻ ഇപ്പോഴും പറയും. ഒരു മതമില്ല നിങ്ങൾക്ക് ആളുകൾ ഗതി പിടിക്കുന്നത് കണ്ടുകൂടാ എന്നുള്ളതാണ്. ആളുകൾ സമാധാനത്തിൽ ജീവിക്കുന്നത് കണ്ടുകൂടാ. എല്ലാം സമാധാനത്തിന്റെ മതമായാലും സ്നേഹത്തിന്റെ മതമായാലും ശാന്തിയുടെ മതമായാലും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം ഈ തീവ്രവാദികളുടെ. ആളുകൾ സമാധാനത്തിൽ ജീവിക്കാൻ പാടില്ല, അവർ പരസ്പരം തമ്മിൽ തല്ലിയും കുത്തിയും ചാകണം. അതിനുവേണ്ടി അവരിതുപോലുള്ള കാര്യങ്ങൾ അത് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞു കൊല്ലുക. ഇതിൻ്റെ രണ്ടാമതൊരു ഡയമെൻഷൻ കൂടി അദ്ദേഹം പറഞ്ഞത് ഇതിൽ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, സ്ട്രാറ്റജിക്കായുള്ള ഒരു ചിന്താഗതി. ഇതിനേക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന മറ്റു പ്രദേശങ്ങളുണ്ട് അവിടെ. എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്യാതെ ഈ പഹൽഗാം തന്നെ സെലക്ട് ചെയ്തു? കാരണം അമർനാഥ് തീർത്ഥയാത്രയുടെ വളരെ ക്രിട്ടിക്കലായ ഒരു പോയിന്റാണിത്. അപ്പോൾ കാശ്മീർ പ്രോസ്പർ ആകാൻ പാടില്ല, കാശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ വരാൻ പാടില്ല, പ്രത്യേകിച്ച് അമർനാഥ് തീർത്ഥാടനത്തിൽ അധികം ആളുകൾ വരാൻ പാടില്ല, ആ സംസ്ഥാനം പ്രോസ്പർ ചെയ്യാൻ പാടില്ല, ഈ രാജ്യം പ്രോസ്പർ ചെയ്യാൻ പാടില്ല, പുരോഗതിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണം. ആ കുത്തിത്തിരിപ്പ് അവരുണ്ടാക്കി. ആ കുത്തിത്തിരിപ്പിന്റെ അലയൊലികൾ ഇങ്ങേ അറ്റം വരെ വന്ന് നമ്മൾ ഏറ്റുപിടിക്കാൻ നിൽക്കരുത്. ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് പോരാടേണ്ടത്. അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗം ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയല്ലേ പോരാണ്ടത്. ഈ രാജ്യം ഒന്നായി നിന്നിട്ട് ഈ ശക്തികൾക്കെതിരെയാണ് പോരാണ്ടത്, ഈ തീവ്രവാദ ശക്തികൾക്കെതിരെയാണ് പോരാണ്ടത്. ഈ വിഷയത്തിൽ കുറച്ചും കൂടി ബോധം ഉപയോഗിക്കുക. ശരിയാണ്, ചാണകം ചാരിയ ചാണകം മണക്കുന്നുണ്ട്, ഒന്ന് കുളിച്ചാൽ ആ മണം പോകും. അപ്പോൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കുളിക്കുക. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത് അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.